Hey guys, this video I will show you Amazon, Flipkart and the merchant apps how price alerts kodukamennaanu. So adine nammal aayam Google Chrome pricehistory.in ennu search cheya. Aa website il kodiyana namukku price alerts set cheyan pattiya. So nammal aayam thanne aa website search cheyidu kayinjal idana aa website inde home page variya. Ee website il price alerts okke set cheyanengil nammal aayam thanne account login cheyanam. So munne account undakkathurundengil nammale accounts il register click cheya. അതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെയിം ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഇല്ലെങ്കിൽ ആപ്പിൾ ഐഡി ഉള്ള ഒരു സൈൻ ഇൻ വിത്ത് ആപ്പിൾ കൊടുത്താലും മതി. ഞാനിവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ ആണ് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ് അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലേക്ക് ലോഗിൻ ആയിക്കോളും. ഇപ്പം ഞാനിത് കറൻ്റ്ലി ലാപ്ടോപ്പിലാണല്ലോ കാണിച്ചു തരുന്നത്. സോ നമുക്ക് ഇത് ലാപ്ടോപ്പിൽ മാത്രമല്ല മൊബൈൽസിലും യൂസ് ചെയ്യാൻ പറ്റും ഈ ആപ്പ്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പിന്നീട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയതുകൊണ്ടാണ് റൈറ്റ് സൈഡിലെ മുകളിൽ എൻ്റെ പേര് കാണിക്കണേ. സോ എൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. സെറ്റിങ്സ് ഉണ്ട്, ലോഗൗട്ട് ഉണ്ട്. അതിൽ നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടിയും ഓപ്ഷൻസ് കാണാൻ പറ്റുക. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ ആദ്യം തന്നെ അക്കൗണ്ട്സ് ആണ് കാണാം. അക്കൗണ്ട്സിൽ നമുക്ക് കണക്റ്റഡ് വയ ഗൂഗിളിൽ നിന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിലും കാണാം. പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് ഗ്ലോബൽ ഓപ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ടൈപ്പ് ഉണ്ട്. ഗ്ലോബലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഡ്രോപ്സ് ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും. പിന്നെ നോട്ടിഫിക്കേഷൻ ടൈപ്സിൽ പറയുന്നത് പ്രൈസ് ഹിസ്റ്ററി ആപ്പ് വഴി, ഇമെയിൽ വഴി, ടെലിഗ്രാം വഴിയൊക്കെ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ എനേബിൾ ചെയ്യാം എന്നാണ്. പിന്നെ ഉള്ളത് പാസ്വേഡാണ്. അത് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ്. പിന്നെ അവസാനം ലോഗൗട്ടിൻ്റെ ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻസിൻ്റെ ഓപ്ഷനാണ്. ആ ഹാർട്ടിൻ്റെ ചിഹ്നം ലൈക്ഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണും. പിന്നെ ആക്റ്റീവ് അലേർട്സ് ആണ് ആ ഒരു ഐക്കൺ കാണുന്നത്. അതിൽ നമുക്ക് പ്രൈസ് അലേർട്സ് കാണാൻ പറ്റും. അതിൽ നമുക്ക് യൂസേജ് കോട്ട് ഉണ്ട്. അതായത് 30 പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് മാക്സിമം ഇടാൻ പറ്റുള്ളൂ. പിന്നെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ മൈ സ്റ്റോക്ക് അലേർട്സ് ഉണ്ട്. അതായത് ഈ ആപ്പിൽ നമുക്ക് പ്രോഡക്ട്സ് മാത്രമല്ല, നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസസൊക്കെ ഇതേപോലെ അലേർട്സ് ഇടാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് അണ്ടർ ട്രാക്കിംഗ് ഉണ്ട്, ലൈക്ഡ് പ്രോഡക്ട്സ് ഉണ്ട്, അൺറീഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ നമ്പേഴ്സൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ അതിനിടയിൽ യുവർ ആക്ടിവിറ്റിയും കാണാൻ പറ്റും. അടുത്ത് ഡാർക്ക് മോഡ് ഓൺ ചെയ്യണ ഓപ്ഷനാണ്. അത് റൈറ്റ് സൈഡിൽ അക്കൗണ്ട് അപ്പുറത്ത് സണ്ണിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മോഡ് ഇങ്ങനെ ഓൺ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ എല്ലാവർക്കും ഈ വെബ്സൈറ്റിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇവിടെ പേസ്റ്റ് ദി പ്രൊഡക്റ്റ് URLൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ കാണാം, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിന്ത്ര ഉണ്ട്, ടാറ്റ ക്ലിക്ക് ഉണ്ട്, പേടിഎം മാൾ ഉണ്ട്, ക്രോമ, സിവാമെ, നൈക്ക, AJIO, കൂവ്സ്, ഇതൊക്കെയാണ് പിന്നെ ഉള്ളത്. ഇതെല്ലാം ഫ്ലിപ്കാർട്ട് ആമസോണും പോലെയുള്ള മെർച്ചൻറ്റ് വെബ്സൈറ്റ്സ് തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ പേസ്റ്റ് ദി പ്രൊഡക്റ്റ് URL എന്ന് കാണും. അവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യുക. പിന്നെ ട്രാക്ക് പ്രൈസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് അപ്പോൾ ട്രാക്ക് ആവും. ഇതൊക്കെയാണ് നമുക്കിവിടെ ഓപ്ഷൻസ് ഉള്ളത്. ഇനി നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിൻ്റെയും നമുക്ക് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. സോ അതിന് ആദ്യം തന്നെ നമുക്ക് amazon.in വെബ്സൈറ്റിലേക്ക് പോകാം. എന്നിട്ട് നമുക്കതിൽ സാംസങ് ഗാലക്സി S20 FE 5G മോഡൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ആ പ്രൊഡക്റ്റാണ് കുറച്ചും കൂടിയും പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരുന്നത്. സോ ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ സ്പോൺസേർഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ആ മോഡൽ. ഇപ്പോൾ കറൻ്റ്ലി 39,990 ആണ് പ്രൈസ് ഇരിക്കുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് ആദ്യം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ആ URL ഇരിക്കുന്നതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. സോ ഞാനിവിടെ URL സെലക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പ്രൈസ് ഹിസ്റ്ററിയിലേക്ക് പോയിട്ട് അവിടെ പേസ്റ്റ് ദി പ്രൊഡക്റ്റ് URL അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ട്രാക്ക് പ്രൈസ് കൊടുക്കുക. ട്രാക്ക് പ്രൈസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കാണാം. അതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് കാണാം, റേറ്റിംഗ് കാണാം. ഇപ്പോഴും കറൻ്റ്ലി ഉള്ള പ്രൈസാണ് പർപ്പിളിൽ കൊടുത്തിരിക്കണേ. ഡ്രോപ്പിൻ്റെ ചേഞ്ചസ് എത്രത്തോളം ഉണ്ടെന്നുള്ള പെർസെൻറ്റേജ് ആണ് 26 കാണിച്ചിരിക്കണേ. പിന്നെ ലോവസ്റ്റ് പ്രൈസ് 0ഉം ഹയസ്റ്റ് പ്രൈസ് 59,699 കാണിച്ചിട്ടുണ്ട്. ലോവസ്റ്റ് പ്രൈസ് 0 കാണിക്കാൻ അത് ചെറിയ വേരിയേഷൻ എപ്പോഴെങ്കിലും വരുമ്പോഴാണ് പ്രോഡക്റ്റ് അൺലിസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് അത് കാണിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ മതി. സോ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രൈസസ് കാണാം. അടിയിൽ കാണിക്കുന്നത് നമ്മുടെ ഡേയ്സ് ആണ്. സോ ഞാനിവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ആമസോൺ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഡേറ്റും കാണാം. ഓരോ സമയമുള്ള പ്രൈസ് ചേഞ്ചസ് അവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഏറ്റവും ഡിപ്പിൽ ഇവിടെ 36,999 കാണിച്ചത്. പിന്നെ ഇനി നമുക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും വലിയ ഡിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. 0 ഡിപ്പ് നിങ്ങൾ നോക്കണ്ട, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോവുക. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിപ്പിൻ്റെ പ്രൈസാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കാണിച്ചത് 31,346 ആണ് കാണിച്ചത്. സോ നമ്മളിവിടെ സെറ്റ് പ്രൈസ് അലേർട്ടിൻ്റെ അവിടെ ടാർഗറ്റ് പ്രൈസ് 31,346 അടിച്ചു കൊടുത്തിട്ട് സെറ്റ് പ്രൈസ് അലേർട്ട് കൊടുക്കുക. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യുന്ന അർത്ഥം.
അപ്പോൾ നമുക്ക് അലേർട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ പ്രൈസിലേക്ക് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രൈസിലേക്ക് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അലേർട്ട് വരും. സോ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ. നമുക്ക് ആമസോൺ മാത്രമല്ല എല്ലാ വെബ്സൈറ്റിലും കാണിച്ചത് ഇതേപോലെ ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഡാഷ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ആക്റ്റീവ് അലേർട്ട്സിൽ ഇപ്പോൾ കാണാൻ പറ്റും. യൂസേജ് കോട്ട 1/30 കാണിക്കുന്നുണ്ട്. അടിയിൽ നമുക്ക് ടാർഗറ്റ് പ്രൈസ് കാണിക്കുന്നുണ്ട്, നമുക്ക് മോഡൽ കാണിക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത് നേരത്തെ കണ്ട ഗ്രാഫിൻ്റെ ഓപ്ഷനാണ്. പിന്നെ അടുത്ത ഡിലീറ്റ് ബട്ടനാണ്, അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആമസോണിൻ്റെ ഒരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആമസോണിൽ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ആയി വരും. സോ ഞാനിവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് പോയത് നിങ്ങൾക്ക് കാണാനും പറ്റും. യൂസേജ് കോട്ട 0/30 ആയതും കാണാൻ പറ്റും. സോ ഇനി നമ്മൾ തിരിച്ച് പ്രോഡക്റ്റിൻ്റെ ഗ്രാഫിലേക്ക് വന്നാൽ അടിയിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിലൊന്ന് ഹാർട്ടിൻ്റെ സിമ്പിളാണ്, അത് നമുക്ക് ഈ പ്രോഡക്റ്റ് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ നമുക്ക് ലൈക്ഡ് പ്രോഡക്ട്സിൻ്റെ ആ ലിസ്റ്റിൽ കാണാൻ പറ്റും. പിന്നെ എഡിറ്റ് പ്രൈസ് അലേർട്ട് ഉണ്ട്, അതിൽ നമുക്ക് പ്രൈസ് അലേർട്ടിൻ്റെ പ്രൈസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബൈ ഓൺ ആമസോണിൻ്റെ ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാർട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ആമസോണിൽ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഉള്ളിൽ iPhone 12 സെർച്ച് ചെയ്യാം, കാരണം iPhone 12 ഏറ്റവും കൂടുതൽ പ്രൈസ് വേരിയേഷൻ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ iPhone 12 കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. സോ കറണ്ട് പ്രൈസ് 64,909 ആണ്. നമുക്ക് മുകളിൽ പോയിട്ട് പ്രൊഡക്റ്റിൻ്റെ URL കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ച് പ്രൈസ് ഹിസ്റ്ററിയിൽ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ട്രാക്ക് പ്രൈസ് കൊടുക്കുക. സോ നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്തതിന് ശേഷം അടിയിൽ നമുക്ക് ഗ്രാഫ് കാണാം. ഗ്രാഫിൽ നമ്മൾ ഏറ്റവും കുറവായിട്ടുള്ള ഡിപ്പ് നോക്കുക. ആ ഏറ്റവും കുറവായിട്ടുള്ള ഡിപ്പാണ് ഏറ്റവും കുറവ് പ്രൈസ് വന്നിട്ടുള്ളത്. സോ ഏറ്റവും ചെറിയ പ്രൈസ് ഇവിടെ കാണിക്കുന്നത് 54,999 ആണ്. സോ അതാണ് ഏറ്റവും ചെറിയ ഡിപ്പ്. സോ നമുക്ക് ഇവിടെ എഡിറ്റ് പ്രൈസ് അലേർട്ടിൽ പോയിട്ട് 54,999 കൊടുക്കുക. എന്നിട്ട് പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 31,346, അതായത് S20 5Gയുടെ പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇവിടെ അടിക്കുമ്പോൾ ലാസ്റ്റ് ഇട്ട പ്രൈസാണ് വരിക. സോ ഞാനിവിടെ അപ്ഡേറ്റ് പ്രൈസ് അലേർട്ട് കൊടുക്കുമ്പോൾ ആ പ്രൈസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഡിലീറ്റിൻ്റെ ബട്ടൺ വന്ന് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് അലേർട്ട് സക്സസ്ഫുള്ളി ഡിലീറ്റഡ് എന്ന അടിയിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് കാണാം. സോ അത് കാണിക്കുന്നത് അലേർട്ട് ഡിലീറ്റ് ആയി എന്നാണ്. നമുക്ക് ആമസോണിൽ കണ്ട പോലെ ഇവിടെ ഫ്ലിപ്കാർട്ടിൽ കറൻറ്റ് പ്രൈസ്, ഡ്രോപ്പ് ചേഞ്ചസ്, ലോവസ്റ്റ് പ്രൈസും ഹയസ്റ്റ് പ്രൈസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ വെബ്സൈറ്റിൽ തന്നെ ഡീൽസ് ആൻഡ് ഡ്രോപ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെബ്സൈറ്റിലും ഏതൊരു പ്രോഡക്റ്റും ഭയങ്കരമായിട്ട് പ്രൈസ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക. സോ നമ്മൾ ഇവിടെ പ്രോഡക്ട്സ് നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും നമ്മുടെ ഓൾഡ് പ്രൈസും അതേപോലെ തന്നെ ന്യൂ പ്രൈസും കാണാൻ പറ്റും. ആ ന്യൂ പ്രൈസ് ഭയങ്കര കുറവാണെന്ന് നിങ്ങൾക്ക് ആ പഴയ റേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ നമുക്കിപ്പോൾ ഓരോ പ്രോഡക്ട്സ് നോക്കി നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. നമ്മളവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഫ്ലിപ്കാർട്ടിൽ ഓപ്പൺ ആയി വരും. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1,299 ആണ് ഓൾഡ് പ്രൈസ് കാണിക്കുന്നത്. 499 ആണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് കാണിക്കുന്നത്. സ്പെഷ്യൽ പ്രൈസിലാണ് ഇരിക്കുന്നത്. സോ ഈ സെയിം 499 തന്നെയാണ് നമ്മുടെ ഈ വെബ്സൈറ്റിലും കാണിക്കുന്നത്. സോ പ്രൈസ് ഇതിൽ കാണിക്കുന്നത് ആക്യുറേറ്റ് തന്നെയാണ്. ഇനി അടുത്ത് ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോഡക്റ്റിൽ നമുക്ക് കാണിക്കുന്ന റേറ്റ് 1,133 ആണ്. അതിൽ ഓൾഡ് പ്രൈസ് 2,599 ആണ് കാണിക്കുന്നത് MRP. ഇത് സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്, അതായത് 1,133. സോ പ്രൈസ് ആക്യുറേറ്റ് ആണെന്ന് നമുക്കൊന്നും കൂടിയും പറയാം. ഇനി അടുത്ത് നമുക്ക് വേറെ വെബ്സൈറ്റ് നോക്കാം. സോ ഇവിടെ ടാറ്റ ക്ലിക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ടാറ്റ ക്ലിക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ ക്ലിക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. സോ ഇവിടെ നമുക്ക് ഒരു ഫോഴ്സിൻ്റെ ഒരു വാച്ചാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പ്രൈസ് കാണാൻ പറ്റും. 7,995 ആണ്. ഓൾഡ് പ്രൈസ് 13,495 ആണ്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് മാച്ചിങ് ആണ്. സോ ഇതിലത്തെ പ്രൈസൊക്കെ പെർഫെക്റ്റ് ആണ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ കറക്റ്റ് പ്രൈസ് അലേർട്ട് തന്നെയാണ് വരിക. ഇനി അടുത്ത് നമുക്ക് ഈ ഹിസ്റ്ററീൻ്റെ ഓപ്ഷൻ പ്രോഡക്റ്റിലുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റിനെയാണ് ക്ലിക്ക് ചെയ്തത് അതിൻ്റെ ഈ ഗ്രാഫാണ് നമുക്ക് കാണിച്ചു തരിക. സോ നമുക്ക് പെട്ടെന്ന് പ്രൈസിൻ്റെ ഗ്രാഫ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് പ്രൈസ് അലേർട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യുവർ ആക്ടിവിറ്റീൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ നേരത്തെ നോക്കിയ എല്ലാ പ്രോഡക്റ്റ്സും ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മളിപ്പോൾ നോക്കിയ വീഗാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ആപ്പിൾ iPhone 12 ഉണ്ട്, സാംസങ് S20 5G ഇരിക്കുന്നുണ്ട്. ഇതിൽ പർപ്പിളിൽ കാണിക്കുന്നത് കറൻറ്റ് പ്രൈസാണ്, ഗ്രീനിൽ കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് വന്നതാണ്, പിന്നെ റെഡിൽ കാണിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസാണ് അതിൻ്റെ. സോ നമ്മൾ പ്രൈസ് ട്രാക്ക് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെയാണ് യുവർ ആക്ടിവിറ്റിയിൽ കാണിക്കുക. ഇനി നമുക്ക് ഹോം സ്ക്രീനിൽ വെബ്സൈറ്റിൻ്റെ അടിയിലായിട്ട് പ്രൈസ് ഹിസ്റ്ററീസ് ബാക്ക് ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് കാണാൻ പറ്റും. അതായത് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും ആപ്പ്. നമുക്കതിൽ ആപ്പിൻ്റെ UI ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പിൻ്റെ 500K ഡൗൺലോഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ അടിയിൽ ഈ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിൻ്റെ ഓപ്ഷനും കാണാം. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലോഡിങ് ടൈമാണ്. അതിനായിട്ടും നല്ലത് നമ്മൾ ഈ പ്രൈസ് ഹിസ്റ്ററി ആപ്പ് ഓൺ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലോഡായി വന്നോളും. സോ ഇനി നമുക്ക് പ്രൈസ് ഹിസ്റ്ററി ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ആപ്പ് ഇരിക്കുന്നത്.
അതിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ആപ്പിൻ്റെ UI കാണാൻ പറ്റും. പിന്നെ നമ്മൾ അടിയിലേക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതിൻ്റെ സൈസ് കാണാൻ പറ്റും. സോ ആപ്പ് സ്റ്റോറിൽ ഇതിൽ കാണിക്കുന്ന ഇതിൻ്റെ സൈസ് 78.1 MB ആണ്. പ്രൈസ് ഹിസ്റ്ററി ആപ്പിൻ്റെ പ്ലേ സ്റ്റോർ ലിങ്കും ആപ്പ് സ്റ്റോർ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.